ഹലോ, പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിക്കുന്നത് എൻ്റെ കുറച്ച് ചെടികളും ഞാൻ ചെടി നടാൻ ഉപയോഗിക്കുന്ന പോട്ടി മിക്സും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ എൻ്റെ അടുത്ത് നിന്ന് ചെടി വാങ്ങിക്കുന്ന പലരും ചോദിക്കുന്നതാണ് എങ്ങനെയാണ് ചെടി നട്ട് വയ്ക്കേണ്ടത്, എന്തൊക്കെയാണ് പോട്ടി മിക്സായിട്ട് യൂസ് ചെയ്യുന്നത്, അങ്ങനെയൊക്കെ കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ എങ്ങനെയാണ് ചെടികൾ നട്ട് വയ്ക്കുന്നത്, അതിന് എന്തൊക്കെ വളങ്ങളാണ് കൊടുക്കുന്നത് എന്നൊക്കെ ഈ ഒരു വീഡിയോയിൽ കാണിക്കാമെന്ന് കരുതി. എൻ്റെ എല്ലാ ചെടികളും ഞാൻ ഒരേ രീതിയിൽ തന്നെയാണ് നട്ടു വയ്ക്കുന്നത്. അതിൻ്റെ പോട്ടി മിക്സ് ഒന്നായിരിക്കും, പക്ഷെ നമ്മൾ വെള്ളം ഒഴിക്കുന്നത് ചെടികൾ നോക്കിയിട്ട് തന്നെയാണ്. കൂടുതൽ വെള്ളം വേണ്ട ചെടികൾക്ക് അങ്ങനെ, അല്ലാത്തവയ്ക്ക് അങ്ങനെ മാറ്റി കൊടുക്കുന്നേ ഉള്ളൂ. അല്ലാതെ പോട്ടി മിക്സ് എല്ലാം സെയിം തന്നെയാണ് ഞാൻ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇതൊക്കെ കണ്ടില്ല, നല്ല ഹെൽത്തി ആയിട്ട് തന്നെയാണ് പ്ലാന്റ് ഇരിക്കുന്നത്. ബിർക്കിംഗ് പ്ലാന്റ് ആണ്, നല്ല റേറ്റുള്ളൊരു പ്ലാന്റ് ആണ്, നല്ല ഹെൽത്തി തന്നെ വളരുന്നുണ്ട്. പിന്നെ ഇതാ ഒരു സിങ്കോണിയാണ്, ഗ്രീനും വൈറ്റും ഒരു ഓഫ് വൈറ്റ് കോമ്പിനേഷൻ വരുന്ന സിങ്കോണിയാണ്. അപ്പോൾ ഇതൊക്കെ ഞാനിങ്ങനെ സെയിലിന് റെഡിയാക്കി വെച്ച പ്ലാന്റുകളാണ്. ഇങ്ങനെ ചെറിയ കവർ വാങ്ങിയിട്ട് അതിനകത്ത് ഇങ്ങനെ ഓരോ ഷൂട്ടായിട്ട് വെച്ച തൈകളാണ്. അപ്പോൾ നിങ്ങൾക്കും ഇങ്ങനെ ഓൺലൈനിലായിട്ട് ചെടികൾ സെയിൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെ ചെയ്താൽ മതി. ഒരുപാട് ക്യാഷൊന്നും മുടക്കി ആദ്യം തന്നെ ഒരുപാട് ചെടികളൊന്നും വാങ്ങി അങ്ങനെ ചെയ്യേണ്ട. നമ്മൾ വീട്ടിലുള്ള ചെടികൾ തന്നെ ഇങ്ങനെ കട്ട് ചെയ്ത് ഇങ്ങനെ ഇത് കോളിയസ് പ്ലാന്റ് ആണ്. ഇങ്ങനെ ചെയ്ത് വെച്ചാൽ മതി. നമുക്ക് എന്തെങ്കിലും ചെറിയൊരു വരുമാനം ഇങ്ങനെയും ഉണ്ടാക്കാം വീട്ടിലിരിക്കുന്നവരാണെങ്കിൽ. അല്ല, ജോലിക്ക് പോകുന്നവരും ഇപ്പോൾ ഓൺലൈൻ പ്ലാന്റുകൾ സെയിൽ ചെയ്യുന്നതായിട്ട് അറിയുന്നുണ്ട്. അപ്പോൾ ഞാൻ ഇങ്ങനെയൊക്കെയാണ് ചെയ്യുന്നത്. കോളിയസൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് പേരുണ്ട്. എൻ്റെ അടുത്ത് ഇപ്പോഴും ചോദിക്കാറുണ്ട് കോളിയസ് വെറൈറ്റീസ് ഉണ്ടോയെന്ന്. അപ്പം ഞാനിങ്ങനെ ഇതൊക്കെ സെയിലിന് റെഡിയാക്കി വെച്ചതാണ്. ഇത് കലാത്തിയാണ്. കലാത്തിയെ കണ്ടില്ല, ഈ ഒരു വേനൽക്കാലത്ത് നല്ല ഹെൽത്തി ആയിട്ട് ഇരിക്കണമെങ്കിൽ അതിൻ്റെ പോട്ടി മിക്സും പിന്നെ നമ്മുടെ ഒരു നനയ്ക്കുന്ന രീതിയും അതുകൊണ്ടൊക്കെ തന്നെയാണ്. ഇല്ലെങ്കിൽ ലീഫൊക്കെ പെട്ടെന്ന് കരിഞ്ഞു പോകും. വേനലാകുമ്പോൾ നല്ല ചൂടല്ലേ, ഇത് അധികം വെയിൽ വേണ്ടാത്ത ചെടികളാണ് കലാത്തിയ പ്ലാന്റ്സ്. ഇത് നല്ല ഹെൽത്തി ആയിട്ട് തന്നെ ഇരിക്കുന്നുണ്ട്. ഇത്രയും വെറൈറ്റി കലാത്തിയകളാണ് ഇപ്പോൾ കയ്യിലുള്ളത്. ഇതൊക്കെ ഞാൻ ഓരോ ഷൂട്ട് വീതം ഇങ്ങനെ മാറ്റി വെച്ചിരിക്കുന്നതാണ്. ഇപ്പോൾ ഫുൾ പോട്ടായിട്ടൊന്നും നമ്മളങ്ങനെ സെയിൽ ചെയ്യുന്നില്ല, സിംഗിൾ ഷൂട്ട് തന്നെയാണ് അധികം സെയിൽ ചെയ്യാറ്. അപ്പം ഞാൻ ഉപയോഗിക്കുന്ന പോട്ടിംഗ് മിക്സും നടുന്ന രീതിയൊക്കെ ഒന്ന് കാണിക്കാമെന്ന് കരുതി. ആദ്യം തന്നെ കരിയിലയാണ് എടുത്തിരിക്കുന്നത്. നന്നായിട്ട് പൊടിയാവുന്ന ടൈപ്പ് ഉണങ്ങിയ ഇല ഉണ്ടാവുമല്ലോ നമ്മുടെ പറമ്പിലൊക്കെ ഉള്ളത്, അത് ഞാൻ ആദ്യം ചട്ടിയുടെ താഴ്ഭാഗത്തായിട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ പോട്ടി മിക്സായിട്ട് എടുക്കുന്നത് ഗാർഡൻ സോയിൽ, കുറച്ച് മണൽ, ചാണകപ്പൊടി, കുറച്ച് എല്ലുപൊടി, ഇതാണ് എൻ്റെ പോട്ടി മിക്സിൽ വരുന്നത്. നന്നായിട്ട് മിക്സ് ചെയ്യുക. അപ്പോൾ ഈ മണ്ണ് ഉറച്ച് പോവാത്ത രീതിയിൽ വേണം എപ്പോഴും പോട്ടി മിക്സ് തയ്യാറാക്കാനായിട്ട്. ഞാൻ ചകിരിച്ചോറ് ആദ്യമൊക്കെ ഉപയോഗിക്കായിരുന്നു, ഇപ്പം ഞാൻ ഉപയോഗിക്കാറേ ഇല്ല. ഇതാണ് എൻ്റെ പോട്ടി മിക്സ്. അപ്പോൾ ഇതിലാണ് ഞാൻ എല്ലാ പ്ലാന്റും നട്ട് വയ്ക്കാറ്. ഇത് ഞാൻ ഓൺലൈനിൽ വാങ്ങിച്ച പ്ലാന്റാണ്. ഇതിന് 90 റുപ്പീസാണ് ഒരു ഷൂട്ടിന് വരുന്നത്. അപ്പോൾ എനിക്ക് കുഴപ്പമില്ലാത്ത റേറ്റ് തന്നെയാണെന്ന് തോന്നി. 5 കലാത്തിയ വെറൈറ്റീസ് ഞാൻ വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് പോട്ട് ചെയ്യുന്നത് കാണിക്കാം. ഇത് 3ാമത്തെ വെറൈറ്റി. പിന്നെ ഇതായി ഒരു വെറൈറ്റി പ്ലാന്റ് ഉണ്ട്. പിന്നെ ലാസ്റ്റ് അത് ആപ്പിൾ കലാത്തി അങ്ങനെ എന്തോന്ന് ഇതിൻ്റെ ഐഡിയ തോന്നുന്നു, കറക്റ്റ് അറിയില്ല. അപ്പോൾ ഇത്രയും പ്ലാന്റുകളൊന്ന് പോട്ട് ചെയ്യാമെന്ന് കരുതി. അപ്പം ഞാനിത് ഇന്നലെ അൺബോക്സ് ചെയ്ത സമയത്ത് ഞാനിങ്ങനെ വെള്ളത്തിലിട്ട് വെച്ചതാണ്. അപ്പം ലീഫിനൊന്നും യാതൊരു വാടിപ്പോയിട്ടോ അങ്ങനെയൊന്നുമില്ല, നല്ല ഫ്രഷായിട്ട് തന്നെ ഇരിക്കുന്നുണ്ട്. എപ്പോഴും നമ്മൾ നടുന്ന സമയത്ത് പ്ലാന്റുകൾ ഫ്രഷായിട്ട് മാത്രമേ നടാവൂ. ഇങ്ങനെ വാടിയിരിക്കുന്ന സമയത്ത് നമ്മൾ നട്ട് വയ്ക്കാൻ പാടില്ല. അപ്പം നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് വെള്ളത്തിൽ താഴ്ത്തി വെച്ചിട്ട് അതിൻ്റെ ലീഫൊക്കെ ഒന്ന് ഉണർന്നതിന് ശേഷം മാത്രം നമ്മൾ ചട്ടിയിലോട്ട് മാറ്റിയാൽ മതി. ഇല്ലെങ്കിൽ അത് പിടിച്ച് കിട്ടാൻ നല്ല പാടായിരിക്കും. പ്രത്യേകിച്ച് ഈ ഒരു
ചൂട് കാലാവസ്ഥയിൽ. പിന്നെ ഞാനിത് ഇതിനകത്തോട്ട് മണ്ണ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. മണ്ണല്ല, പോട്ടി മിക്സ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു കാൽ ഭാഗത്തോളം ആയിട്ടേ ഉള്ളൂ. പിന്നെ അതിലോട്ട് പ്ലാന്റ് വെച്ചതിന് ശേഷമാണ് ബാക്കി ഞാൻ മണ്ണിട്ട് കൊടുക്കുന്നത്. നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുത്തിട്ട് വെള്ളം നല്ല രീതിയിലൊന്ന് താഴെ എത്തുന്ന രീതിയിൽ ഒന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ഈ മണ്ണിൻ്റെ ഒരു നനവ് നോക്കിയിട്ട് മാത്രമേ കലാത്തിയേക്കൊക്കെ വെള്ളം ഒഴിച്ചു കൊടുക്കാവൂ. ജസ്റ്റ് ലീഫിലൊക്കെ സ്പ്രേ ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമില്ല. ഒരുപാട് വെള്ളം ചട്ടിയിൽ ഇങ്ങനെ നിൽക്കാൻ പാടില്ല. ലീഫിലൊക്കെ ഒരു ഇടയ്ക്കൊന്ന് ഇങ്ങനെ സ്പ്രേ ചെയ്ത് കൊടുക്കാം. പിന്നെ ചട്ടിയിലെ മണ്ണ് ഡ്രൈ ആവുമ്പോൾ മാത്രമേ നമ്മൾ ചട്ടിയിലോട്ട് വെള്ളം ഒഴിക്കാൻ പാടുള്ളൂ. പിന്നെ ഈ പ്ലാന്റുകളൊക്കെ ഒന്ന് നന്നായിട്ട് പിടിച്ച് കിട്ടി പുതിയ ഒരു ലീഫൊക്കെ വരാൻ തുടങ്ങി എന്നൊക്കെ കാണുന്ന സമയത്ത് ഞാൻ ചെയ്യുന്നത് നല്ല പച്ച ചാണകം അത് നന്നായിട്ട് വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് ഒഴിച്ചു കൊടുക്കാറുണ്ട്. ആഴ്ചയിൽ ഒരു 2 പ്രാവശ്യമൊക്കെ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. പിന്നെ വേറെ യാതൊരുവിധ വളത്തിൻ്റെ ആവശ്യമില്ല. നല്ല രീതിയിൽ പ്ലാന്റുകൾ ഉണ്ടാവുന്നതായിട്ട് നമുക്ക് കാണാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ഷെയർ ചെയ്യണം. താങ്ക്